മലയാളികൾക്ക് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ടെങ്കിലും നമുക്കെപ്പോഴും ചില ആൾദൈവങ്ങൾ വേണം, ചില പ്രതിബിംബങ്ങൾ വേണം. അത്തരം പ്രതിബിംബങ്ങളെ പലതുമായി താരതമ്യം ചെയ്താണ് നമ്മൾ വികാരം കൊള്ളുന്നതും ആവേശം കൊള്ളുന്നതുമൊക്കെ. അവരെക്കുറിച്ചൊക്കെയും പലതും കേൾക്കുമ്പോൾ ആരെയും കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങളെയോ അയൽക്കാരെയോ ഒക്കെ ആ വിഷയത്തിൽ തെറി പറയാനും അപമാനിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവും. പക്ഷേ പിന്നെ പിന്നെ അത് തിരിച്ചറിയും. അറിഞ്ഞാലോ അല്പകാലം കഴിയുമ്പോൾ വീണ്ടും അത്തരം പ്രതിബിംബങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. അത്തരമൊരു രോഗവും മറവിയും വീണ്ടും ആവർത്തിച്ചുള്ള ഓർമ്മയുമൊക്കെയാണ് പലപ്പോഴും ഇവിടെ പലതരം പ്രതിബിംബങ്ങളും രൂപം കൊള്ളുന്നത്. അത് ഈ ചാരിറ്റി അല്ലെങ്കിൽ നന്മമരം എഫക്റ്റിൽ മാത്രമല്ല, സമുദായ സംഘടനകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഇതുപോലെയുള്ള പ്രതിബിംബങ്ങളുണ്ട്. നമ്മൾ ഈ സംസ്ഥാനം വിട്ടാലോ രാജ്യം വിട്ടാലോ പിന്നെ വല്ലാതെ പ്രതിബിംബ രൂപീകരണം നമുക്ക് കാണാൻ കഴിയില്ല. ആൾ ദൈവങ്ങളെയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ലോകപ്രശസ്തനായ എഴുത്തുകാരനാണ് ആൽക്കെമിസ്റ്റ് എഴുതിയ പൗലോ കൊയ്ലോ. ബ്രസീലിയൻ തെരുവുകളിൽ പോയാൽ പൗലോ കൊയ്ലോയെ എല്ലാ മനുഷ്യരെയും പോലെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും. പ്രത്യേകിച്ച് അവിടെ ഒരു ആൾദൈവവൽക്കരണമൊന്നുമില്ല. നല്ല എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, ലോകമറിയപ്പെടുന്ന ആളാണ് എന്നുള്ളതിനോടുകൂടി തന്നെയൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും ആശയങ്ങളെയും ഒക്കെ സ്വീകരിക്കുമ്പോഴും ആ സ്വീകരിക്കുന്നത് പോലെ തന്നെ വിയോജിക്കാനും വിമർശിക്കാനുമുള്ള അവകാശം സൂക്ഷിക്കുന്ന ആരോഗ്യകരമായ ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിലും ആൾദൈവങ്ങൾ വേണം. ആൾദൈവങ്ങളുടെ അനുയായികളായിത്തീരണം. അവർക്ക് ജയ്ഹോ വിളിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ലാതെ തൊണ്ട തൊടാതെ അതെല്ലാം അങ്ങ് വിഴുങ്ങണം. അതിനനുസരിച്ച് ആൾദൈവങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ കാലത്തും ഇതുപോലെയുള്ള ധാരാളം പേരുണ്ടായിരുന്നു. പണ്ടൊരു സുനിൽ സ്വാമി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ജോൺസൺ മാവുങ്കൽ ഉണ്ടായിരുന്നു. അവരൊക്കെയും വീഴുന്നതിന് മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തെറിയഭിഷേകമാണ്. അപ്പം നമുക്ക് ഒരുപാട് ന്യായങ്ങൾ വരും. അവരെ കൊണ്ട് 1000 വിധവകൾ ജീവിക്കുന്നില്ലേ, അവർ തയ്യൽ മിഷൻ കൊടുത്തില്ലേ, അവർ പേനയും സോപ്പ് പെട്ടിയും കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റുകൾ. ഒപ്പം നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുന്നോ തുടങ്ങിയ ധാരാളം കമൻറ്റുകളും വരും. എന്നാൽ അവരൊക്കെയും ഈ പൊതുവിഭവങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്നും ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കുന്നു എന്നുള്ളതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഈ ആൾദൈവവൽക്കരണം കേവലം ഇതുപോലെ മാത്രമല്ല, പല 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 കാര്യങ്ങളിലും കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ മേഖലയിൽ നന്മമരങ്ങളായി ആൾദൈവങ്ങളായി ഒക്കെ പലരെയും നമ്മൾ തോളിലേറ്റിക്കൊണ്ട് നടക്കും. അവരെക്കുറിച്ച് അനുഭവിക്കുന്നവരോ ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നെ അവരുടെ പുറത്ത് പൊങ്കാലയോടെ പൊങ്കാലയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നിലപാടുകളോ ആശയങ്ങളോ യോജിപ്പോ വിയോജിപ്പോ അല്ല, ആൾദൈവവൽക്കരണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി. അത് നമ്മളെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. പിന്നെ നമ്മുടെ തലവഴിയെ മൂത്രമൊഴിക്കുമ്പോൾ ചെറിയ ഒരു സന്ദേഹത്തോടെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് താഴെ വെക്കും. എന്നാലും അതിൻ്റെ ഓർമ്മ വിടുമ്പോൾ വീണ്ടും എടുത്ത് തലയിൽ വെക്കുകയും ചെയ്യും. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് പല മേഖലകളിലും മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആത്മീയ മേഖലയിലുമൊക്കെ ഉണ്ട്. ചാരിറ്റിക്കാരായി പറയുന്ന പലരെയും അങ്ങ് ആൾദൈവമാക്കി അവരെ കവിഞ്ഞുള്ളവരേ ഉള്ളൂ, അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പോകുന്നു, അവരെ ഇമാമായി നിർത്തി നിസ്കരിക്കാൻ പോകുന്നു. ഇവിടെ കേവലം പ്രവൃത്തിക്കപ്പുറത്ത് അവർ പ്രകടിപ്പിക്കുന്നതിൽ ഇങ്ങനെ ആസക്തരായി അഡിക്റ്റായി ഈ ദൈവത്തിൻ്റെ അടിമകളായി മാറുന്നൊരു സ്ഥിതിവിശേഷം മലയാളി മാറ്റേണ്ടിയിരിക്കുന്നു. മനുഷ്യരെ മനുഷ്യരായി സ്വാഭാവികതയോടെ കാണണം. നല്ല ആശയങ്ങളും നല്ല പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിൽക്കണം. അതിനപ്പുറത്തെ സംഗതികൾ വരുമ്പോൾ അതെന്താണെന്ന് കാതോർക്കണം. വിയോജിക്കേണ്ടതിനെയും വിമർശിക്കേണ്ടതിനെയും ആ അർത്ഥത്തിൽ വിയോജിക്കുകയും വിമർശിക്കുകയും വേണം. അവിടെ പറയുന്നവൻ്റെ ജാതിയും പറയപ്പെടുന്നവൻ്റെ ജാതിയും കൈയടിക്കുന്നവൻ്റെ ജാതിയും ഒന്നുമല്ല അവിടുത്തെ വിഷയം. അവിടെ ഈ പറയുന്ന സബ്ജക്റ്റാണ്, ഇഷ്യൂ ആണ് മാറ്റർ. അത് മലയാളി പഠിക്കണമെങ്കിൽ ആരോഗ്യകരമായ ഒരു സിവിക് സെൻസ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്.